There is a small change in the program schedule of inaugural ceremony. As our Swamiji has to leave for urgent work, the program will begin with Swami Sachidananda benedictory address. Everything is energy. Your thoughts behind it, your emotion amplifies it, and your action increases its momentum. May I invite Ms. K. Lata, Assistant Professor of Malayalam, to introduce Swami Sachidananda of Gayatri Ashram, Chalakudi, who will deliver the benedictory address. ഏവർക്കും നമസ്കാരം. ശ്രീനാരായണ ദർശനത്തിന്റെ മുഖ്യ പ്രഭാഷകനും വ്യാഖ്യാതാവുമാണ് സച്ചിദാനന്ദ സ്വാമികൾ. 1982 ഗീതാനന്ദ സ്വാമികളിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ചു. ശ്രീനാരായണ ദിവ്യ പ്രബോധനവും ധ്യാനവും എന്ന വിശുദ്ധ പരിപാടിയുടെ ഉപജ്ഞാതാവാണ് സ്വാമിജി. ജനങ്ങളെ ശാശ്വതമായ സമാധാനത്തിലേക്കും യഥാർത്ഥമായ സുഖത്തിലേക്കും നയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി സ്വാമിജി ആസൂത്രണം ചെയ്തത്. ഇന്ത്യയിലും വിദേശങ്ങളിലുമായി 9000-ത്തിനുമേൽ വേദികളിൽ സ്വാമികളുടെ ദിവ്യ പ്രബോധന പ്രഭാഷണ പരമ്പരകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ശ്രീനാരായണ ശിവലിംഗം, ഗുരുദേവന്റെ ഈശ്വരീയ ഭാവം, ഗുരുദേവ ചരിത്രം, അറിയപ്പെടാത്ത ഏടുകൾ, സത്യവ്രത സ്വാമികൾ ജീവചരിത്രം, ചതയം നക്ഷത്ര പൂജയും ഗുരുഭക്തരുടെ നിത്യാനുഷ്ഠാനവും തുടങ്ങി അനേകം കൃതികൾ സ്വാമികൾ രചിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച ഗുരുധർമ്മ പ്രചാരകനുള്ള നിരവധി അവാർഡുകളും സ്വാമിജി കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്വാർത്ഥം വെടിഞ്ഞ് പൊതുജനങ്ങൾക്കായി പരോപകാരിയായി ത്യാഗിയായി ജീവിക്കുന്നവർ സന്യാസിമാരാണ്. അത്തരമൊരു സന്യാസി വര്യനെ സച്ചിദാനന്ദ സ്വാമികളെ അനുഗ്രഹ പ്രഭാഷണത്തിനായി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഓം അവതാരവരിഷ്ടന്തം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ ഗുരുദേവ ഭക്തരെ, ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് ശ്രീനാരായണ ഗുരുസ് ടീച്ചിങ്സ് ആൻഡ് ലൈഫ്
എന്ന പരിപാടിയുടെ സംഘാടക സമിതി അംഗങ്ങളെ, ശ്രീനാരായണ മിഷന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ഹരീഷ് കുമാർ അവറുകളെ, യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ പ്രഭാകരൻ എൻ അവറുകളെ, ശിവഗിരി മഠത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ബ്രഹ്മചാരി അസംഗ ചൈതന്യ അവറുകളെ, കോളേജിന്റെ പ്രിൻസിപ്പാളായ ശ്രീ ഇളങ്കോവൻ അവറുകളെ, ഈ പരിപാടിയുടെ ഓർഗനൈസറായ ശ്രീ ഗിരീശൻ അവറുകളെ, കോളേജിലെ അധ്യാപക വിദ്യാർത്ഥികളെ, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈ. ഞാൻ എൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുൻപ് ആദ്യമായി ഒരു അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ശ്രീനാരായണ മിഷന്റെ പ്രസിഡന്റായും സെക്രട്ടറിയായും ദീർഘകാലം പ്രവർത്തിക്കുകയും നമ്മളിപ്പോൾ പങ്കാളിയായിരിക്കുന്ന ഈ കോളേജ് അടക്കം നിരവധി കോളേജുകൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ ശ്രീ PM വാസു അവറുകൾ, എല്ലാവരുടെയും വാസുവേട്ടനായിരുന്ന ആ വലിയ മനുഷ്യന്റെ വേർപാടിൽ ഞാൻ എൻ്റെ ദുഃഖം, അനുശോചനം ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനേകണേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം. സ്നേഹമുള്ളവരെ, നിങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തെയും ദർശനത്തെയും ആസ്പദമാക്കി ഒരു സെമിനാർ സംഘടിപ്പിക്കുവാൻ മുന്നോട്ട് വന്നതിൽ എനിക്ക് വലിയ സന്തോഷമാണുള്ളത്. ഇങ്ങനെയൊരു സെമിനാർ സംഘടിപ്പിക്കുവാൻ താല്പര്യമെടുത്ത ഇതിന്റെ ഓരോ കോളേജിന്റെ മറ്റ് ഭാരവാഹികളെയും എല്ലാവരെയും ഞാൻ ശിവഗിരി മഠത്തിനു വേണ്ടി ഞാൻ എല്ലാവിധമായ മംഗളങ്ങളും ആശംസിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവ ദർശനത്തെ അന്താരാഷ്ട്ര തലത്തിൽ കാണണമെന്ന നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഗുരുവിനെ കുറിച്ച് പല ആളുകളും ശ്രീനാരായണ ഗുരുദേവൻ കേരള നാടിൻ ആചാര്യൻ, കേരള നാട്ടിൽ ജനിച്ച് കേരളത്തിൽ സാമൂഹിക പരിഷ്കരണവും വിപ്ലവവുമൊക്കെ നടത്തിയ ഒരു സാമൂഹിക പരിഷ്കർത്താവായി, ഒരു സാമൂഹിക വിപ്ലവകാരിയായി ഈ ഗുരുദേവനെ കാണുന്നവരും വിശേഷിപ്പിക്കുന്നവരും. ഞാൻ എൻ്റെ കൺമുമ്പിൽ നമ്മുടെ VK മുഹമ്മദ് സാറിനെ കാണുകയാണ്. മുഹമ്മദ് സാറ് കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. അദ്ദേഹം ഹിലായില് അവിടെയുള്ള ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായും സെക്രട്ടറിയായും അവിടെ ഗുരുദേവന്റെ പേരിൽ വലിയൊരു കോളേജ് സ്ഥാപിച്ച് 2500-ലധികം വിദ്യാർത്ഥികൾ അതിൽ ഉണ്ട്. അങ്ങനെ ഒരു വലിയ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ മുഖ്യ സംഘാടകനാണ്. കൂടാതെ ഇന്റർനാഷണൽ ശ്രീനാരായണ ഓർഗനൈസേഷൻ ഉണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ശ്രീനാരായണ ഗുരു ഓർഗനൈസേഷൻ, ഇന്ത്യക്കകത്തും പുറത്തും, അതിന്റെ ദേശീയ തലത്തിലുള്ള പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ ഗുരുദേവനെ കാണുവാനും വിലയിരുത്തുവാനും ഗുരുദേവ ദർശനത്തെ വ്യാഖ്യാനിക്കുവാനും മുന്നോട്ട് വന്ന
നിങ്ങളെല്ലാവരെയും ഹാർദമായി ഈ അവസരത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തിന്റെ അന്തർധാര എന്ന് പറയുന്നത് ഏകലോക വ്യവസ്ഥിതിയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകളും ഒരേ ഒരു അദ്വൈത സത്യത്തിന്റെ, ഈശ്വര സത്യത്തിന്റെ സ്ഫുരണങ്ങളാണ്. അതുകൊണ്ട് അവരെല്ലാവരും ആത്മസഹോദരന്മാരാണ്. അവരുടെ ഇടയിൽ കൽപ്പിതമായിരിക്കുന്ന ജാതി, മതം, ദേശം തുടങ്ങിയ വേലിക്കെട്ടുകൾ ആവശ്യമില്ലാത്തതാണ്. ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും ആത്മസഹോദരന്മാരാണ് എന്നുള്ള ദിവ്യമായ ദർശനമാണ് ശ്രീനാരായണ ഗുരു ലോകത്തിന് പകർന്നു നൽകിയത്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്നുള്ള സന്ദേശമാണ് ശ്രീനാരായണ ഗുരു ആദ്യമായി ലോകത്തിന് നൽകിയ സന്ദേശം. ചെമ്പഴന്തിയിൽ ജനിച്ച നാരായണൻ ബാല്യത്തിൽ തന്നെ സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലും നല്ല പാണ്ഡിത്യം കരസ്ഥമാക്കി ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ച് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ കൂടുതൽ കാലം താമസിച്ച് ശൈവ സിദ്ധാന്തങ്ങളെയും അതുപോലെ തമിഴ്നാട്ടിൽ ജനിച്ച മഹാത്മാക്കളായ തിരുവള്ളുവര്, അപ്പർ, സുന്ദരർ, മാണിക്യവാചകർ, തിരുജ്ഞാന സംബന്ധർ തുടങ്ങിയ മഹാത്മാക്കൾ എഴുതിയ കൃതികളും അവരുടെ ജീവിതവും എല്ലാം പഠിച്ച് ശൈവ സിദ്ധന്മാരെ പോലെ തൂവെണ്മയായ വസ്ത്രം ധരിച്ച് ഒരു സിദ്ധപുരുഷനായിട്ടാണ് ഗുരുദേവൻ മരുത്വാമലയിൽ 5 വർഷക്കാലം തപസ് ചെയ്ത് നാരായണൻ ശ്രീനാരായണ ഗുരുവായി മാറി അരുവിപ്പുറത്ത് എത്തിച്ചേരുന്നു. അപ്പോൾ ഗുരുദേവൻ ഏതാണ്ട് 30 വയസ്സാണ് പ്രായം. നാരായണൻ ശ്രീനാരായണ ഗുരുവായി മാറിയത് തപസ്സിലൂടെയാണ്. തപസ് നാരായണനെ ശ്രീനാരായണ ഗുരുവാക്കി മാറ്റി. എങ്ങനെയെന്നാൽ കൊട്ടാരം വിട്ടിറങ്ങിയ സിദ്ധാർത്ഥ രാജകുമാരൻ തപസ് ചെയ്ത് ബോധോദയം നേടിയപ്പോൾ ഭഗവാൻ ബുദ്ധനായി. അപ്പൊ സിദ്ധാർത്ഥന് ബോധോദയം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം ഭഗവാൻ ബുദ്ധനായത്. അതുപോലെ അറേബ്യയിലെ മുഹമ്മദ് തപസ് ചെയ്ത് പരമകാരുണികനായ അള്ളാഹുവിനെ സാക്ഷാത്കരിച്ചപ്പോൾ മുഹമ്മദ് നബിയായി. ആ ഒരു പാരമ്പര്യത്തിൽ അവതരിച്ച മഹാപുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീകൃഷ്ണൻ അതിനു മുൻപ് ജീവിച്ചിരുന്ന ഒരു മഹാഗുരു തന്നെയായിരുന്നു. കൃഷ്ണനെ ഒരു ഇതിഹാസ കഥാപുരുഷനായി മാറ്റുകയാണ് ചെയ്തത്. ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും യേശു ക്രിസ്തുവിന്റെയും മുഹമ്മദ് നബിയുടെയും ശ്രീ ശങ്കര ഭഗവത്പാദരുടെയും പരമ്പരയിൽ അവതരിച്ച് ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വമഹാഗുരുവാണ് ശ്രീനാരായണൻ. ഗുരുദേവനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു കാരണവശാലും ഗുരുദേവൻ കേരളത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഗുരുദേവൻ ഒരു സമുദായത്തിൽപ്പെട്ടയാളാണ്, പ്രാദേശികമായ യാതൊരുവിധമായ ചിന്താഗതികളും ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തിലോ ദർശനത്തിലോ ഇല്ല. നമ്മൾ ഭാരതത്തിന്റെ മഹാഗ്രന്ഥങ്ങളായ മഹാഭാരതവും ഉപനിഷത്തുകളും
അതുപോലെ ഭഗവത്ഗീതയും ആത്മീയ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യവും അതിലുള്ള ഓരോരോ രാജ്യങ്ങളും ഓരോരോ ഗുരുക്കന്മാരും ഒക്കെ അതിൻ്റെ അകത്ത് പ്രതിപാദിത വിഷയങ്ങളാകുന്നു. കുരുക്ഷേത്രവും ഹസ്തിനപുരവും മധുരയും കാശിയും രാമേശ്വരവും ഒക്കെ അതിൻ്റെ അകത്ത് കടന്നു വരുന്നു. അതുപോലെ ബൈബിൾ എടുത്ത് പഠിക്കുമ്പോൾ ആ ബൈബിളിൽ പ്രാദേശികമായി യെരുശലേമും യോർദാനും അതുപോലെ യേശു ജീവിച്ച പ്രദേശങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് വിഷയമാകുന്നു. ഖുർആനിലെടുത്ത് പഠിക്കുമ്പോൾ മക്കയും മദീനയും മുഹമ്മദ് നബി ജീവിച്ച സഞ്ചരിച്ച ആ കാലഘട്ടത്തെയും അതിനെല്ലാം സംബന്ധിച്ച് പ്രത്യേകം പരാമർശ വിഷയം. ശ്രീനാരായണ ഗുരു 63 കൃതികൾ എഴുതിയിട്ടുണ്ട്. ഈ 63 കൃതികളിൽ ഒരിടത്തു പോലും ഒരു പ്രാദേശികമായ വാക്ക് കടന്നു വരുന്നില്ല. ഗുരുദേവൻ ആത്മോപദേശതകം, ദർശനമാല, അറിവ്, അദ്വൈത ദീപിക തുടങ്ങി എഴുതിയിട്ടുള്ള വേദാന്ത ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അത് ഓരോന്നും എടുത്ത് വായിച്ചു പഠിച്ചാൽ അതിൽ ഒരിടത്തും തന്നെ കേരളമെന്നോ ഭാരതമെന്നോ ഉള്ള ഒരു പ്രയോഗമില്ല. ലോകത്തെക്കുറിച്ച് മാത്രമേ ശ്രീനാരായണ ഗുരു ചിന്തിച്ചിട്ടുള്ളൂ, ഉപദേശിച്ചിട്ടുള്ളൂ. ശ്രീനാരായണ ദർശനത്തിന്റെ അടിസ്ഥാന തത്വം ഈ ഏക ലോകമാണ്. 1888 അരുവിപ്പുറത്ത് 33-ാമത്തെ വയസ്സിൽ ഗുരു നടത്തിയ ശിവകരമായ ശിവപ്രതിഷ്ഠ. ആ ശിവപ്രതിഷ്ഠയോടുകൂടി ശ്രീനാരായണ യുഗം ആരംഭിക്കുകയായി. ചരിത്രത്തിൽ ക്രിസ്തുവിന് മുൻപ്, ക്രിസ്തുവിന് ശേഷം എന്നിങ്ങനെ രണ്ടായിട്ട് വിലയിരുത്തുന്നത് പോലെ ശ്രീനാരായണ ഗുരുവിന് മുൻപ്, ശ്രീനാരായണ ഗുരുവിന് ശേഷം എന്നിങ്ങനെ കാലഘട്ടത്തെ രണ്ടായി തരം തിരിക്കാവുന്നത് പോലെ ഗുരുദേവന്റെ ജീവിതവും തരം തിരിഞ്ഞു നിൽക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിന് മുൻപ്, ശ്രീനാരായണ ഗുരുവിന് ശേഷം. ആ രൂപത്തിലുള്ള കാമ്യമായ പരിവർത്തനങ്ങൾ ഈ ലോകത്ത് സൃഷ്ടിക്കുവാൻ ശ്രീനാരായണ ഗുരുവിന് സാധിച്ചിട്ടുണ്ട്. അരുവിപ്പുറത്ത് വെച്ച് പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം അവിടുന്ന് ഏകലോക വ്യവസ്ഥിതിയുടേതായ മഹാ സന്ദേശം നൽകി. സാധാരണ പ്രതിഷ്ഠ നടത്തുമ്പോൾ വേദത്തിലെ ഉപനിഷത്തുകളിലെ മന്ത്രങ്ങളാണ് ചൊല്ലാറുള്ളത് എങ്കിൽ ഗുരുദേവൻ ചൊല്ലിയത് ഒരു പുതിയ മന്ത്രമാണ്. ഗുരു തന്നെ സൃഷ്ടിച്ചെടുത്ത മന്ത്രം. എന്തിനു വേണ്ടിയാണ് അരുവിപ്പുറത്ത് ഈ ശിവനെ പ്രതിഷ്ഠിക്കുന്നത്? അതിന്റെ അർത്ഥതലം എന്താണ്? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത്. ജാതിഭേദമില്ലാതെ, മതദ്വേഷമില്ലാതെ, വിഭാഗീയ ചിന്താഗതികളൊന്നുമില്ലാതെ സർവരും, സർവ ജനതയും ഇന്ത്യ എന്നോ ഇറാൻ എന്നോ അമേരിക്ക എന്നോ പാകിസ്ഥാൻ എന്നോ റഷ്യ എന്നോ ചൈന എന്നോ അഫ്ഗാനിസ്ഥാൻ എന്നോ ഈ വക ഭേദങ്ങളൊന്നുമില്ലാതെ സർവരും, സർവ ജനതയും സൂര്യന് കീഴിൽ സപ്തഭൂഖണ്ഡങ്ങളിൽ അധിവസിക്കുന്ന മുഴുവൻ ആളുകളും സോദരന്മാരാണ്, സഹോദരന്മാരാണ്. സോദരത്വേന വാഴണം എന്നാണ് ഗുരു ഉപദേശിക്കുന്നത്. വാഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്കറിയാം, വാഴുക, വാഴുക അതൊരു വാഴലാണ്. വാഴുക എന്ന് പറയുമ്പോൾ സമത്വാധിഷ്ഠിതമായ ഒരു ജീവിതമാണ്. ജാതി, മത, വർണ്ണ, വർഗ, ഭാഷ വ്യത്യാസമില്ലാതെ സർവരും സഹോദരന്മാരായി കഴിയുന്ന ഒരു മാതൃകാ ലോകം, ഏകലോകം, ഏകലോക വ്യവസ്ഥിതി. ഇതായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാട്. ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുൻപ് 566 രാജ്യങ്ങളായി.
സർദാർ വല്ലഭായ് പട്ടേൽ ഈ 566 രാജ്യങ്ങളെ ഒറ്റ രാജ്യമായി ഒരു അഖണ്ഡ ഭാരതമായി അദ്ദേഹം വിഭാവനം ചെയ്യുകയും അങ്ങനെ ഇന്ത്യയിൽ ഇന്ന് ഒറ്റ രാജ്യമായി ഇന്ത്യ അറിയപ്പെടുകയും. ഗുരുദേവൻ നമ്മോട് ചോദിക്കുന്നത് അനേക രാജ്യങ്ങൾ ചേർന്ന് ഒരു രാജ്യമാകാമെങ്കിൽ, അനേക മതങ്ങൾ ചേർന്ന് ഒരു മതമാകാമെങ്കിൽ, ഇപ്പൊ ഹിന്ദുമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല 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 മതങ്ങളുടെ ഒരു കൂടിച്ചേരല. ഗാണപത്യം, കൗമാരം, ശൈവം, ശാക്തേയം, വൈഷ്ണവം എന്ന് തുടങ്ങിയ 6 മതങ്ങളുടെയും സാഖ്യം, യോഗം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ന്യായം, വൈശേഷികം തുടങ്ങിയ ഷഡ് ദർശനങ്ങളുടെയും അങ്ങനെ പല ദർശനങ്ങളുടെയും പല മതങ്ങളുടെയും ഒരു കൂടിച്ചേരലാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അതുപോലെ ക്രിസ്തുമതം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുൻപുള്ള മോശയുടെ ഉപദേശങ്ങളും പഴയ നിയമങ്ങളും യേശു ഉപദേശിച്ച പുതിയ നിയമങ്ങളും എല്ലാം ചേർന്ന ഒരു ബൈബിൾ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഖുർആനും എടുത്തു പഠിക്കുമ്പോൾ, ഇസ്ലാമും എടുത്തു പഠിക്കുമ്പോഴും അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പല 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 മതങ്ങൾ ചേർന്ന ഒരു മതമായിരിക്കും. ആ മതമാണ് ഹിന്ദുമതമായും ക്രിസ്തുമതമായും ഇസ്ലാം മതമായും ബൗദ്ധ ജൈനമതമായിട്ടും ഒക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അരുളി ചെയ്യുകയാണ്, പല രാജ്യങ്ങൾ ചേർന്ന ഒരു രാജ്യമാകാമെങ്കിൽ, പല മതങ്ങൾ ചേർന്ന ഒരു മതമായി തീരാമെങ്കിൽ, അതുപോലെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒരേക സർക്കാർ, ഒറ്റ സർക്കാർ, അതുപോലെ ലോകത്തുള്ള മുഴുവൻ മതവിശ്വാസികളും ചേർന്ന് ഒറ്റ മതം, ഏക മതം എന്തുകൊണ്ട് ആയിക്കൂടാ? ഈ പരമമായ തത്വത്തിന്റെ വെളിച്ചത്തിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള തത്വദർശനം ശ്രീനാരായണ ഗുരു ലോകത്തിന് പ്രദാനം ചെയ്തു. ചുരുക്കത്തിൽ ഒരൊറ്റ ലോകം, ഒരൊറ്റ ജനത, ഒരൊറ്റ നീതി, ഇതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ തത്വദർശനം. അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചിട്ട് ആ ശിവനെ തൊഴുത് ഭജിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കേണ്ട അനുഭൂതി എന്താണ്? എങ്ങനെയാണ് അവർ ശിവനെ ഭജിക്കേണ്ടത്, ദർശിക്കേണ്ടത് എങ്ങനെയാണ്? ശിവശതകം എന്നൊരു കൃതി എഴുതി. ആ കൃതിയുടെ അവസാനത്തെ പദ്യത്തിൽ ഗുരുദേവൻ എഴുതി, കുളിർമതി കൊണ്ട് കുളിർത്ത് ലോകമെല്ലാം ഒളിതിരളുന്നൊരു വെണ്ണിലാവ് പൊങ്ങി തെളുതെള വീശി വിളങ്ങി ദേവലോക കുളമതിലാമ്പൽ വിരിഞ്ഞ് കാണണമേ. എനിക്ക് കാണണം. എന്താണ് കാണേണ്ടത്? കുളിർമതി കൊണ്ട് കുളിർത്ത്, ഒരു പുതിയ മതി കൊണ്ട്, ഒരു പുതിയ ബുദ്ധി കൊണ്ട്, ഒരു ഏകത്വ തത്വദർശനം കൊണ്ട് ഈ പ്രപഞ്ചം പ്രഫുല്ലമാകണമേ. ഈ പ്രപഞ്ചത്തിൽ അധിവസിക്കുന്ന മുഴുവൻ ആളുകളും തെളുതെള വീശി വിളങ്ങുമാറാകണമേ. അവരുടെ ജാതി ഒന്നാണ്, അവരുടെ മതം ഒന്നാണ്, അവരുടെ ദൈവം ഒന്നാണ്. കുളിർമതി കൊണ്ട് കുളിർത്ത്, ഇങ്ങനെ പുതിയ മതി കൊണ്ട്, പുതിയ ബുദ്ധി കൊണ്ട് ഈ ജനത കുളിരണിയണമേ. തെളുതെള വീശി വിളങ്ങിയ ദേവലോക കുളമതിലാമ്പിൽ വിരിഞ്ഞു കാണണമേ. അങ്ങനെ എല്ലാവരും ഒരു ജാതിയിലും ഒരു മതത്തിലും ഒരു ദൈവത്തിലും പെട്ടവരായി തീർന്ന് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാനവീയ ജീവിതം സ്വർഗസമാനമാകട്ടെ. ഇഹലോക ജീവിതം സ്വർഗസമാനമാകട്ടെ. മരിച്ചതിന് ശേഷമുള്ള ഒരു സ്വർഗമല്ല, ജീവിച്ചിരിക്കുമ്പോഴുള്ളൊരു സ്വർഗമാണ്. ആ സ്വർഗം എങ്ങനെയാണ്? ജാതിഭേദമില്ല, മതഭേദമില്ല, ദേശഭേദമില്ല,
സംസ്കാര ഭേദമില്ല, യാതൊരു വിധമായ ഭേദചിന്തകളും ഇല്ലാതെ സർവരും സഹോദരന്മാരായി കഴിയുന്നൊരു മാതൃകാ ലോകം, ഒരേക ലോകം, ഒരേക ലോക വ്യവസ്ഥിതി ഉണ്ടാകണമേ. പ്രിയ സഹോദരങ്ങളെ, കോയമ്പത്തൂർ ശ്രീനാരായണ മിഷൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭക്തന്മാരായ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത ഈ ഏക ലോക വ്യവസ്ഥിതിയുടെ വക്താക്കളായി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകണമേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോയമ്പത്തൂർ ശ്രീനാരായണ മിഷനിൽ വന്നപ്പോ അവിടെ മഹാത്മാക്കളുടെ ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രവും പ്രതിഷ്ഠയും അവിടെ ഉണ്ട്. കൂടാതെ ചട്ടമ്പി സ്വാമിയുടെയും അയ്യങ്കാളിയുടെയും മഹാകവി കുമാരനാശാന്റെയും ഒക്കെ ചിത്രങ്ങൾ അവിടെ അനാച്ഛാദനം ചെയ്തു. ഇതിൽ മഹാകവി കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ സശിഷ്യനാണ്. ആ കുമാര മഹാകവി ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്നുള്ള ആ ദർശനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് കുമാര മഹാകവി എഴുതി, ഒരു രാജ്യം നിങ്ങൾക്കൊരു ഭാഷ, നിങ്ങൾക്ക് ഒരു ദേവൻ, നിങ്ങൾക്കൊരു സമുദായം, ഒരു മതേടുവിൻ എഴുന്നള്ളത്തിത് വിരിഞ്ഞെഴുന്നേൽപ്പിൻ വരിൻ കിടങ്ങളെ. നിങ്ങളൊന്നാണ്, നിങ്ങളൊന്നാണ്, നിങ്ങളൊന്നാണ്. നിങ്ങളുടെ ജാതി ഒന്നാണ്, നിങ്ങളുടെ മതം ഒന്നാണ്, നിങ്ങളുടെ ദൈവം ഒന്നാണ്, നിങ്ങളൊന്നാണ്. നിങ്ങളൊന്നായി തീർന്ന് മുന്നോട്ട് പോകുവിൻ. ഇതാ ഒരു തിരുവെഴുന്നള്ളത്ത് കാണുന്നില്ലേ? ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവെഴുന്നള്ളത്ത്. ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും യേശുക്രിസ്തുവിന്റെയും മുഹമ്മദ് നബിയുടെയും ശങ്കര ഭഗവത്പാദരുടെയും പരമ്പരയിൽ അവതരിച്ച് ഉള്ള ശ്രീനാരായണ ഗുരുവിന്റെ തിരുവെഴുന്നള്ളത്ത് നിങ്ങൾ കാണുന്നില്ലേ? കുമാരനാശൻ പറയുകയാണ്, ഇങ്ങനെയുള്ള തിരുവെഴുന്നള്ളത്തുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ സംഭവിക്കാറുള്ളൂ. അങ്ങനെയുള്ളൊരു മഹാഗുരുവിന്റെ തിരുവവതാരം എഴുന്നള്ളത്തായിട്ട് ആശാൻ വർണ്ണിക്കുന്നു. ഒരു മതേടുവിൻ എഴുന്നള്ളത്തിത്. നിങ്ങൾ ആ മഹാഗുരുവിന്റെ പേരിൽ ഒന്നായി ഐക്യം പ്രാപിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. ഒരു മതേടുവിൻ എഴുന്നള്ളത്തിത് വിരിഞ്ഞെഴുന്നേൽപ്പിൻ വരിൻ കിടാങ്ങളെ. നിങ്ങൾ ഗുരുദേവനോടൊപ്പം പടയണി ചേരുവിൻ, ഗുരുദേവന്റെ ദിവ്യമായ പാതയെ അനുധാവനം ചെയ്യുവിൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ള മഹിതമായ ആ ദർശനത്തിന്റെ വക്താക്കളായി തീരുവിൻ. മതമല്ല വലുത്, മനുഷ്യനാണ് വലുത്. മതമേതുമാകട്ടെ, മനുഷ്യൻ നന്നാവുകയാണ് പരമപ്രധാനമായിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു ദിവ്യമായ ദർശനം ശ്രീനാരായണ ഗുരു ലോകത്തിന് പ്രദാനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ എഴുന്നള്ളത്തിനെ വർണ്ണിച്ചുകൊണ്ട് കുമാര മഹാകവി പിന്നെയും എഴുതിയിട്ടുണ്ട്. ആരാണ് ശ്രീനാരായണ ഗുരു? സകല ലോക ബാന്ധവൻ ദിവാകരൻ, പകലിൻ നായകൻ എഴുന്നള്ളിയിടുന്നു. സകല ലോക ബാന്ധവൻ ദിവാകരൻ, പകലിൻ നായകൻ എഴുന്നള്ളിയിടുന്നു. സകല ലോകത്തിന്റെയും ബാന്ധവനായി, ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ ഇസ്ലാം എന്നോ ബൗദ്ധനെന്നോ ജൈനനെന്നോ ദ്രാവിഡനെന്നോ ആര്യനെന്നോ ഈ വക ഭേദങ്ങളൊന്നുമില്ലാതെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യര് ഒന്നാണ്. അങ്ങനെ ഒന്നായി തീർന്നുള്ള ഏകലോക വ്യവസ്ഥിതി, ഏകലോക സർക്കാർ. അതിനുവേണ്ടി നമ്മളുടെ ജപ്പാനിൽ ബോംബിട്ട, ഹിരോഷിമയിൽ ബോംബിട്ട മഹാനായിട്ടുള്ള ഗാരി ഡേവിഡ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം സ്വീകരിച്ചുകൊണ്ട് ഏകലോക സർക്കാർ രൂപീകരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിൽ തന്നെ ഏകലോക സർക്കാരിന്റെ ഓഫീസ് തുറന്നു. അവിടെ വൺ ഇൻ ഫെയ്ത്ത്, വൺ ഇൻ ഗോഡ്, വൺ ഇൻ കാസ്റ്റ്, കൈൻഡ്, വൺ ഇൻ ഫെയ്ത്ത്, വൺ ഇൻ ഗോഡ് ഈസ് മാൻ എന്ന് എഴുതി.
അങ്ങനെ ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ടുള്ള വിശ്വ ദർശനം ചമച്ച ഗുരുവിന്റെ തിരുനാമധേയത്തിൽ ഏകലോക സർക്കാർ രൂപം കൊണ്ടു. എനിക്ക് ശ്രീനാരായണ മിഷന്റെ പ്രവർത്തകരായിരിക്കുന്ന നിങ്ങളോട് പറയുവാനുള്ളത്, ഗുരുദേവൻ വിഭാവനം ചെയ്ത ഏകലോക സർക്കാർ, ഏകലോക ഗവൺമെന്റ്, ഏകലോക വ്യവസ്ഥിതി ഇത് സംജാതമാക്കുവാൻ വേണ്ടിയാകണം നിങ്ങളെല്ലാം ശ്രമിക്കേണ്ടത്. ഇതൊരു ഇന്റർനാഷണൽ സമ്മേളനമാണ്. ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ തീരുമാനങ്ങളും അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഗുരുദേവന്റെ ഏകലോക വ്യവസ്ഥിതിയിലേക്ക് നയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിൽ പങ്കുകൊള്ളുവാൻ നിങ്ങൾ എന്നെ ക്ഷണിച്ചതിന് ശ്രീനാരായണ കോയമ്പത്തൂർ ശ്രീനാരായണ മിഷന്റെ എക്കാലത്തെയും ബന്ധുവായും ഒരാചാര്യനായും അതിന്റെ മാർഗ നിർദ്ദേശം നൽകുന്ന ഒരാചാര്യനായും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സച്ചിദാനന്ദ സ്വാമി നിങ്ങൾക്ക് എല്ലാവിധമായ മംഗളങ്ങളും ആശംസിച്ചു കൊള്ളുന്നു. ഈ ഇന്റർനാഷണൽ സമ്മേളനം വിജയപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും മഹാഗുരുവിന്റെ കരുണാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു. നമസ്കാരം. ഇയാള് വേറെന്താ പറയാ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത്? സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവുദിക്കുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു എന്ന ഗുരുദേവ വചനം സാർത്ഥകമാക്കും വിധം അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ ഞങ്ങളുടെ മനസ്സിനെ വിശുദ്ധമാക്കിയ സ്വാമിജിയോട് ശ്രീനാരായണ ഗുരു കോളേജിന്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. നന്ദി സ്വാമിജി. ഒരു കാര്യം കൂടി, ഞാന് വേറൊരു സ്ഥലത്ത് ഒരു മരണം സംഭവിച്ചു. എൻ്റെ അടുത്ത ഒരാളിന്റെ, എനിക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. എല്ലാ മംഗളങ്ങളും അർപ്പിക്കുന്നു. നമസ്കാരം. സ്വാമി വളരെ നന്ദി സ്വാമി. സ്വാമിന്റെ സമയം ചെലവാക്കിയുണ്ട്. വളരെ നന്ദി സ്വാമി. Sunshine is a welcome thing. It brings lot of brightness. May I invite Dr. M. Irangovan, Principal, Sri Narayan Guru College, to welcome the gathering. Please, sir. அனைவருக்கும் இனிய காலை வணக்கம். Of one in kind, one in faith, one in God is man. Of the same womb, one same form, difference none there is at all, says Sri Narayana Guru. A very good morning and a warm welcome to one and all. It is so wonderful to have you all for the virtual international conference on the life and teachings of Sri Narayana Guru, after whom our college itself is named. Our college was established in the year 1994 with the motto Progress Through Education by Sri Narayana Guru Education Trust, which is also christened in the name of Sri Narayana Guru, who is a great saint, philosopher, spiritual leader, social reformer, and an architect of human society. He lived from 28th August 1855 to 20th September 1928. He was born to Madannasan and Kuttiyamma in the village of Chembalandi near Thiruvananthapuram in the erstwhile state of Travancore in British India. His early education was in the Gurukula way. He learned Vedas, Upanishads, literature, and the logic rhetoric of Sanskrit. He published 45 works in Malayalam, Sanskrit, and Tamil languages. The greatest of his personality lies in his contribution to the national movements. Being a remarkable social reformer, he was in the forefront of the movement for the universal temple entry and against the societal ills like the social discrimination of the untouchables. He provided the impetus of Vaikam agitation, which was aimed at temple entry in Travancore for the lower caste. It drew nationwide attention and appreciation from Mahatma Gandhi. He captured the essence of oneness in his works of art. His contributions to science is also remarkable. If you permit, I'll go on and on, as he is a great
person that you can't help including all his contributions when you talk about his greatness. The ICLT SNGE 21 reverts on the spiritual and social life, the philosophical thoughts and teachings of Sri Narayana Guru Devan. This is the first multilingual conference organized in 3 different languages, namely Tamil, Malayalam and English. Proceedings with ISBN will be published before the month of December. As a principal of Sri Narayana Guru College and convener of this international conference, it is my distinct honor and high privilege to welcome you all on behalf of Sri Narayana Guru Education Trust and Sri Narayana Guru College to this international conference. Sri Narayana Guru College is a co-educational institution affiliated to Bharatiya University, Coimbatore. We offer 18 UG courses, 9 PG courses, 1 diploma course and 11 research programs in the fields of arts, science, humanities and social science. Our college has been included by the UGC in its approval list under the Section 2F and 12B of the UGC Act 1956. It is also ISO certified and NAAC re-accredited. It has been recognized by India Today as one of the best functioning colleges. On the eve of Silver Jubilee celebration in 2019, Sri Narayana Guru Panchaloka statue was installed and unveiled by Sri Brahmasri Sachidananda Swamigal, and on the same day, Sri Narayana Guru Corner was inaugurated at the College Central Library, Granthalayam. To commemorate this day, every year we organized the Sri Narayana Guru commemorative lecture series for more than a week. We offer virtual certificate course on the life and teachings of Sri Narayana Guru. Now, let me move on to the formal welcome note. President of today's conference, our chairman, the backbone of Sri Narayana Guru Education Trust, Mr. N. Prabhakaran, has served the trust as vice chairman for 6 years and as chairman for 12 years. He is a founder managing trustee of Sri Narayana Guru Education Trust and CMS Education and Charitable Trust. He is also the life member of Sri Narayana Mission and Coimbatore Malayali Samajam. Our chairman is a visionary person who conceptualized this college. He is a concerned, perseverant, who is always an inspiration for each one of us. I extend an affable and affectionate welcome to him. Welcome, sir. It is my great honor and rare opportunity to welcome His Holiness Sri Brahmasri Sachidananda Swamigal, Gayatri Ashramam, Salakudi. Sri Swamiji is an embodiment of godliness, epitome of compassion, personification of love and quintessence of Sri Narayana Guru. He has written many articles about Guru in magazines like Sivagiri, Gurudevan and Gaubudi. On behalf of all the devotees of Sri Narayana Guru, I take this opportunity to welcome Sri Brahmasri Sachidananda Swamigal with a respectful, joy-filled heart, who has blessed us with his benedictory address. Welcome, Sri Swamiji. We are immensely grateful to Brahmachari Asamaga Saitanya Sivagiri Mat Varkala for gladly accepting our invitation to inaugurate this conference on the life and teachings of Sri Narayana Guru. Brahmachari Asamaga Saitanya has completed a 7-year course on Vedanta from Sivagiri Brahma Vidyalaya. He is currently looking after puja at the Maha Samadhi of Sri Narayana Guru. He has been giving lectures and doing research on Sri Narayana Guru. I take immense pleasure in welcoming this great resourceful personality on this day. Welcome, sir. I would like to welcome cordially Srimati Sailaja Venu, Vice Person of Sri Narayana Guru Education Trust, Srimati Vijina Premnath, Joint Secretary of Sri Narayana Guru Education Trust, Mr. P.A. Rajkumar, Treasurer of Sri Narayana Guru Education Trust, and other trustees and managing trustees who have always supported the vision and mission of the college. On the occasion, we are missing a great personality, late Mr. P.M. Vasu, Secretary of Sri Narayana Guru Education Trust and General Secretary of Sri Narayana Mission, whose dedicated work is exemplary and beyond explanation. He lived for the Sri Narayana Mission and Sri Narayana Guru Education Trust. Our homage to him. I bid a hearty welcome to Mr. T.S. Harish Kumar, founder and former secretary of the college and president of Sri Narayana Mission. His efforts to bring this conference a success needs no verbal record. The progress of the conference speaks for him. I am elated to avail this opportunity to welcome him, who is going to give us a keynote address. Welcome, sir.
It is my great pleasure to welcome Mr. V.K. Mohammed, President, UCSNO, New Delhi, a member of this advisory committee of this conference. My heartfelt welcome to him. Welcome, sir. It is my ardent pleasure to welcome all the members of faculty, staff and students of Sri Narayana Guru College, devotees of Sri Narayana Guru and participants and contributors of this international conference who have courage of convictions, vibrant spirituality and unwavering commitment to take everyone along in the realization of Guru's teachings. At this juncture, I place on record my sincere gratitude to the organizers of this conference. My special thanks to Dr. E.K. Girisan, Organizing Secretary, and the members of IQC, Dr. R. Priya, Dr. M. Saravanan, Dr. M. A. Radhi, Ms. P. Anita, and a student member, Mr. M. Aris Krishnan of 2nd MSc Microbiology. During these 3 days of the conference, the following presenters will be highlighting the life and teachings of Sri Narayana Guru. Dr. P.K. Sabu, retired professor of Geology, College of Engineering, Trivandrum, will be addressing on Advaita Jividam on day 1 between 1:30 p.m. and 2:30 p.m. Dr. K. Nachimuthu, retired professor of Tamil, Central University of Tamil Nadu, Thiruvarur, will be speaking on Vallalarum Narayana Guruvum on day 2 between 10:30 a.m. and 11:30 a.m. Kavinyar Sri Sugumaran, poet and novelist, Trivandrum, will be talking on Kavi Narayanar on day 2 at 11:35 a.m. Dr. Kanjana, former professor and head, Department of Tamil, University of Kerala, will be lecturing on Sri Narayana Gurudeva Darisanangal on day 2 at 1:30 p.m. Dr. Preeta Krishna, L. Assistant Professor of English, Sri Narayana College, Varkala, Trivandrum, will be highlighting on metaphors in the poetical works of Sri Narayana Guru on day 3 at 10 a.m. Dr. B. Sangeeta, Director, International Center for Sri Narayana Guru Studies, Government of Kerala, will be speaking on ontological and axiological vision in Brahmavidya Panjagam of Narayana Guru on day 3 at 10:45 a.m. Dr. Suraj Babu, retired principal, Sri Narayana Mission Training College, Paravur, will be giving a lecture on Guru's perspective on education and its relevance on day 3 at 11:30 a.m. Dr. C.N. Somarajan, retired professor of political science, University College, Trivandrum, will be addressing on the topic Narayana Guru, the prophet of universal humanism at 1:30 p.m. Finally, on the last day at 2:45 p.m., valedictory address will be given by Dr. S. Srinath, Vice President, Sri Narayana Mission, Singapore. My special gratitude to each presenter and I welcome them wholeheartedly. Let us have a fruitful sessions. Nanni Namaskaram. Thank you, sir. Dear participants, the president of today's function, Sri N. Prabhakaran, who is the chairman of Sri Narayana Guru Educational Trust and who is the general manager of Kerala Transport Corporation and who is the trustee of CMS Educational and Charitable Trust, couldn't join us due to some inevitable reason. His presidential message will be read out by Dr. R. Priya. Please, ma'am. A very good morning to each and everyone gathered in this virtual conference on the life and teachings of Sri Narayana Guru. I am incredibly honored to be here as the president of the August gathering on the inaugural function of the multilingual conference. Sri Narayana Guru College SNGC is named after the great social and spiritual reformer, Sri Narayana Guru, who lived in this world during the past century. SNGC was established by Sri Narayana Guru Educational Trust SNGET Coimbatore in the year 1994. SNGET established its first college in the name of the Saint Sri Narayana Guru in the year 1983, which is also the first college to be named after him outside the state of Kerala in India. Sri Narayana Guru was an egalitarian who advocated social equality and universal brotherhood. He envisioned the practical modes of self-realization through spiritual education, compassion, and peaceful coexistence of humanity. His deeds ignited sparks of revolution that led to the cultural renaissance in the society of Kerala. The state of Kerala during the late 18th and early 19th centuries was a dire need of change, of an exorcism of
different kind of dissipation of darkness that engulfed it over centuries, of an altered mindset, of a new outlook on social equality, and of a ban on inhuman practices and superstitions. Guru was the apostle of social transformation. He initiated and promoted a renaissance of universal dimensions without mass movement, but by building temples where everyone could enter and installed mirrors and lamps on deities. He exhorted that people should achieve higher level of cultural morality and lifestyles through their association with temples. His famous message, one caste, one religion, and one God for mankind, was a clarion call to the mankind. Guru's proficiency in Sanskrit, Tamil, and Malayalam has been proven through his several works. It is appropriate to organize a conference on the life and teachings of Sri Narayana Guru during this pandemic. COVID-19 has led us all to the difficult situation, but the usage of technology has come in hand, which has made this conference organized in a virtual manner. The conference would certainly provide a platform for Guru's followers, research scholars, faculty members, and students, and also spread the message of Guru across the globe. With these few words, I thank the eminent and invited speakers in 3 languages, namely Malayalam, Tamil, and English. I congratulate the authors who have contributed their work and wish the organizers a grand success. Lastly, I wish all active participants who would be there in this virtual meeting during these 3 days. Thank you. Thank you, ma'am. Successful people achieve great heights due to perseverance and hard work. May I request Sri T.S. Harish Kumar, who is the President of Sri Narayana Mission, Coimbatore, and Treasurer of Universal Confederation of Sri Narayana Guru Organization. He is an advocate, educationalist, and researcher to deliver the keynote address. Please, sir. Om Gurudeva Charanam Sharanam. President Dr. Mr. N. Prabhakaran, Pujaniya Sachidananda Swami, Asangan Chaitanya, Brahmachari, Principal Dr. M. Ilangovan, Organizing Secretary Dr. E.K. Girishan, faculty members, research scholars, participants, and students. A warm good morning to you all. I feel it is a great honor for me to deliver the keynote speech at this international conference on the life and teachings of Sri Narayana Guru, organized by Sri Narayana Guru College, which is well known as SNGC in Coimbatore. On behalf of Sri Narayana Mission and on my own behalf, I extend a very warm welcome to all the participants gathered in this virtual conference. Sri Narayana Guru, a saint, spiritual and social reformer, led the reform movement in Kerala by rejecting casteism, promoting values of spirituality, social equality, and upliftment of the downtrodden. Guru was an illustrious monk and exponent of Advaita philosophy who channeled his spiritualism into social action. Guru's caste discrimination was struck by a single act in the year 1988 when he took a dip in the Neyyar river and picked one stone and consecrated as idol of Shiva and called it as my own Shiva. The deity was deity of the downtrodden. Guru created and gave his own God or their own brand of religion rooted in the Advaitic principle of equality of mankind. During those days, the society was unequal and Guru plunged the reform to reform the society. Human beings are influenced with a host of complexities for which Guru's philosophies make the people live better. Guru
reconstructed the Advaita Vedanta, emphasized with the people and understood their everyday problems and realities, even as he remained in bliss, yielded by the ultimate understanding of truth. Guru's teachings are life-affirming, where he made Jnana Marga the foundation of Karma Marga. His teaching focuses on equality, purity, sacrifice, and freedom of mankind. His philosophy of education is intended to connect education with day-to-day life of the common man, to do away with elitism, to create confidence in human reasons, and individual liberty to demand and procure a better share in employment. In short, Guru visualized education as self-improvement, as liberating force. Vidya Gundu Prabhuddharavuga, become enlightened through education, was one of the quotes by Guru on education, which is of relevance even in today's world. Every person should read and try to follow the teachings of Sri Narayana Guru in his or her life. Sri Narayana Guru had many disciples to spread the message of universal brotherhood, and many became leaders of India's freedom movement as well. Well known among these followers were Ashan Kumaran Ashan, Sahodaran Ayyappan, and Dr. Palpu. His contemporaries were Ayyangali, Chattampisami, V.T. Bhattadirippad, Abdul Qadir Maulavi, etc., etc. I think this conference will certainly reaffirm the life and teachings of Sri Narayana Guru and also provide a platform to acquire more knowledge about Sri Narayana Gurudeva. My obeisance to Swami Sachidananda of Gayatri Ashram Chalakudi and Brahmachari Asanga Chaitanya of Shivagiri Math. My wishes to the eminent guest speakers of this 3-day conference in Tamil, Malayalam, and in English, participants and contributors of the conference. To the organizers of International Conference on the Life and Teachings of Sri Narayana Guru 2021, my congratulations, because this is a wonderful thing what they have done for the humanity. And I don't have any words to praise the organizers, especially Dr. Ilangovan, E.K. Girishan, and his colleagues for wonderfully organizing this tremendous, that is this beautiful international conference for the first time in Coimbatore, that too in 3 languages. Go forth and do great things. With pranams to Sri Narayana Gurudeva, let me conclude my speech and thank you. Thank you very much. Thank you, sir. Every positive thought propels you in the right direction. May I invite Ms. K. Lata, Assistant Professor of Malayalam, to introduce Brahmachari Asamga Chaitanya, who would deliver the inaugural address. ശ്രീനാരായണ പൈതൃകത്തിന്റെ വർത്തമാനകാല ചൈതന്യ ദീപ്തിയാണ് ബ്രഹ്മചാരി അസംഗ ചൈതന്യ സ്വാമികൾ. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ മനുഷ്യരാകെ സോദരരെ പോലെ കഴിയുന്ന മഹനീയ കാലമുണ്ടാകണമെന്ന ശ്രീനാരായണ ഗുരുവിന്റെ സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾക്കായി സമർപ്പിതമായ ജീവിതമാണ് സ്വാമിയുടേത്. ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിലെ 7 വർഷത്തെ വേദാന്ത കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധിയിൽ മുഖ്യ പൂജാരിയായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ഗുരുദേവ കൃതികളെ സംബന്ധിച്ച് പഠനവും പ്രഭാഷണവും നടത്തിവരുന്നു. കോയമ്പത്തൂർ ശ്രീനാരായണ ഗുരു കോളേജിന്റെ ചരിത്രത്തിൽ അസുലഭ മുഹൂർത്തത്തിനാണ് നാം സാക്ഷികളാവുന്നത്. എന്തെന്നാൽ ചരിത്രത്തിൽ തന്നെ ഗുരുദേവ ആദർശങ്ങളെയും ഉദ്ബോധനങ്ങളെയും പറ്റിയുള്ള അന്താരാഷ്ട്ര ത്രിഭാഷാ സമ്മേളനം ഇത് ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. അതിനാൽ അഭിമാനത്തോടെ
സഹർഷം ഉദ്ഘാടന പ്രസംഗത്തിനായി ശിവഗിരി മഠത്തിലെ ബ്രഹ്മചാരി അസംഘ ചൈതന്യ സ്വാമികളെ ആദരവോടെ ക്ഷണിക്കുന്നു. ശിവഗിരിശിഖരാഗ്രി ദിവ്യപത്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം ഭൂമിനാരായണ അരുമറനാരുമൊരിക്കലോതിമുന്നം കരിമുകിൽ വർണ്ണനു പങ്കു ചെയ്തു നൽകും പരമൊഴിഞ്ഞ് കരിമളഭാരതി കാത്തുകൊള്ളുക നിത്യം. ശ്രീനാരായണ കോയമ്പത്തൂർ ഇന്റർനാഷണൽ കോൺഫറൻസ് ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ശ്രീനാരായണ ഗുരു എന്ന അന്താരാഷ്ട്ര സമ്മേളനം അധ്യക്ഷനായിരിക്കുന്ന ശ്രീ എൻ പ്രഭാകരൻ, സ്വാഗതം ആശംസിച്ച ശ്രീ എം ഇലങ്കോവൻ, ആശംസകൾ അറിയിച്ച ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ, ഗായത്രി ആശ്രമം, ഡോക്ടർ ഇ കെ ഗിരീശൻ, ശ്രീ മുഹമ്മദ് സാർ, research scholars and students, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തത്വദർശനത്തെയും ജീവിതത്തെയും അടിസ്ഥാനമാക്കി ഗുരുദേവ പഠനത്തിലൂടെ ഒരു വിശ്വമാനവനെ സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് അനേകം മനുഷ്യരുണ്ട്. പക്ഷെ അവരെല്ലാം തന്നെ ഓരോ വിഭാഗങ്ങളിലായി കുടുങ്ങി പ്രതിബദ്ധരായിട്ടിരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. സ്വതന്ത്ര ബുദ്ധിയോടുകൂടി എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുകയും എല്ലാ മതങ്ങളെയും സമബുദ്ധിയോടുകൂടി പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിശ്വമാനവനാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. തൻ്റെ മതം മാത്രം ശരി, ബാക്കിയുള്ള മതങ്ങളെല്ലാം തെറ്റ് എന്ന ചിന്താഗതിയാണ് ലോകത്ത് തന്നെ മതകലഹങ്ങൾ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ജാതീയമായ വേർതിരിവുകൾ, ഞാൻ ഉയർന്ന ജാതി, മറ്റുള്ളവരെല്ലാം താഴ്ന്ന ജാതി, ഇങ്ങനെയുള്ള ജാതി മത്സരങ്ങൾക്കെല്ലാം കാരണം ജാതി ചിന്തയാണ്. സത്യത്തിൽ ഇല്ലാത്തതായ ഒരു ജാതിയെക്കുറിച്ച് അഭിമാനിക്കുക, അതിൽ താൻ മേലെയാണെന്നും അല്ലെങ്കിൽ ചിന്തിച്ച് അതിനനുസരിച്ച് സമൂഹത്തിൽ പെരുമാറുമ്പോഴാണ് ജാതീയമായ കലാപങ്ങളെ നാം നേരിടേണ്ടി വരുന്നത്. പക്ഷെ ബുദ്ധിയിൽ ഈ വേർതിരിവുകളൊന്നും കൂടാതെ
സ്വതന്ത്രമായി എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാ മതങ്ങളെയും തൻ്റെ മതമായി കാണുവാനും എല്ലാ ജാതിയിൽപ്പെട്ടവരെയും സ്വന്തം സഹോദരരായി സ്നേഹിക്കുവാനും ഇന്ന് ലോകത്തിന് ആവശ്യമായ ദർശനം ശ്രീനാരായണ ഗുരുദേവന്റെ ഏകലോക ദർശനമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ഈ തത്വ സന്ദേശം തമ്മിൽ കലഹിക്കാൻ നിൽക്കുന്നവരെ ഒന്നിപ്പിക്കുകയും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അപ്പുറമുള്ള ഒരു വിശാലമായ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. നമ്മളെപ്പോഴും താഴ്ന്നിരിക്കുമ്പോഴാണ് നമുക്ക് മതിൽക്കെട്ടുകളും വേർതിരിവുകളും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ ചെറിയ വീട്, അതിനു ചുറ്റും മതില്, അതിൽ നമ്മൾ അധിവസിക്കുന്ന ഗ്രാമം, നമ്മുടെ ജില്ല, സംസ്ഥാനം, രാജ്യം തുടങ്ങിയ എല്ലാ വേർതിരിവുകളും ഈ ചെറിയൊരു സ്ഥലത്ത് നാം വസിക്കുമ്പോഴാണ്. അതിൽ നിന്നെല്ലാം നമ്മളൊരു ഫ്ലൈറ്റിൽ കയറി ഉയർന്ന് പറക്കുകയാണെങ്കിൽ ഈ മതിലുകളും വേർതിരിവുകളും എല്ലാം നമുക്ക് ചെറുതായിട്ട് അനുഭവപ്പെടും. അതുതന്നെയാണ് ആത്മജ്ഞാനം സിദ്ധിച്ച ഒരു ജ്ഞാനിയുടെയും അവസ്ഥ. പരമമായ അദ്വൈത സത്യത്തിൽ ഏകവും അദ്വൈതവുമായ ഈശ്വരനെ സാക്ഷാത്കരിച്ച ഒരു തത്വദർശിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിൽ കുടികൊള്ളുന്നതായ ഈ വേർതിരിവുകളും വിവേചനങ്ങളും എല്ലാം അജ്ഞാനജന്യമാണെന്ന് നല്ലവണ്ണം വിവേചിച്ചറിയാൻ സാധിക്കും. പക്ഷെ ഈ അറിവ് ഉണ്ടായിട്ടുള്ള അനേകം ഋഷീശ്വരന്മാര് ലോകത്ത് അവതരിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും ആ പരമാത്മ നിഷ്ഠയിൽ ഇരുന്ന് പരമാനന്ദത്തെ അനുഭവിച്ച് ശരീരത്തെ ത്യജിച്ച് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ അദ്വൈത ദർശനത്തെ സാധാരണ ജനങ്ങളായ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അഹോരാത്രം അനുകമ്പാപൂർവം പ്രയത്നിച്ച മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശുചിത്വം ഇല്ലാത്ത കഴിയുന്നവർക്ക് അവരെ ശുചിത്വത്തെ കുറിച്ച് ഉദ്ബോധിപ്പിക്കുകയും പഞ്ചശുദ്ധി ഉപദേശിച്ച് ശുദ്ധിയിലൂടെ അവരെ നവീകരിക്കുകയും ചെയ്തു. നിത്യം കുളിക്കണം എന്ന് പോലും അറിയാത്ത ഒരു ജനതയെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ശുചിത്വത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുത്തു. അതേപോലെ തന്നെ വിദ്യാഭ്യാസം, അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു സമൂഹത്തിന് ഏതു വിധേനയും വിദ്യയുണ്ടാകണം. വിദ്യയുണ്ടെങ്കിലേ നല്ല മനുഷ്യനാകൂ. നമ്മളെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങൾക്കും കാരണം നമ്മുടെ അടിമത്ത മനോഭാവമാണ്. അത് മാറി സ്വതന്ത്ര ചിന്ത ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന്
മനസ്സിലാക്കുകയും പണപ്പിരിവുകൾ നടത്തി പോലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും അങ്ങനെ എന്തൊക്കെയാണോ ഒരു ജീവിതകാലം കൊണ്ട് ഒരാൾക്ക് ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്തു തീർക്കുവാൻ കഴിയുക, ഇതെല്ലാം ഒരു ആത്മജ്ഞാനിയായിരുന്നിട്ട് കൂടി യാതൊരു കർമ്മവും ചെയ്യാതെ ആത്മനിഷ്ഠയിൽ അഭിരമിച്ച് പരമാനന്ദത്തെ അനുഭവിച്ചിരിക്കാമിരുന്നിട്ട് കൂടിയും സമൂഹത്തിനായി അവിടുന്ന് ഇറങ്ങി തിരിച്ചു വിവേകപൂർവം നമ്മെ ഉണർത്തി എന്നതാണ് വാസ്തവം. അത്തരത്തിൽ ഗുരു പ്രവർത്തിച്ചതെല്ലാം ഒരേക ലോകത്തിന് വേണ്ടിയായിരുന്നു. ഗുരുവിന്റെ സന്ദേശങ്ങളുടെയും കൃതികളുടെയും എല്ലാം പരമമായ സാരം അദ്വൈതമാണ്. അത് ഭൗതിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അദ്വൈത ചിന്തയല്ല. സമൂഹത്തിന്റെ സമസ്ത തലങ്ങളെയും സ്പർശിച്ച് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ചിന്താധാര. ഗുരുവിന് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. അവയിൽ ഈശ്വര ഭക്തന്മാരുണ്ടായിരുന്നു. ശക്തമായ നിരീശ്വരവാദികളുണ്ടായിരുന്നു. സഹോദരൻ അയ്യപ്പനെ പോലെ സാമൂഹിക പ്രവർത്തകർ ഉണ്ടായിരുന്നു. കവികൾ ഉണ്ടായിരുന്നു. വൈദ്യന്മാരുണ്ടായിരുന്നു. ഇവരെ എല്ലാം ഏകോപിപ്പിച്ച് സൂത്രേ മണിഗണ ഇവ, സൂത്രത്തിൽ കോർത്ത മുത്തുകൾ പോലെ ഇവരെയെല്ലാം ചേർത്ത് നിർത്തിയത് ഗുരുദേവന്റെ ഏകത്വ ദർശനമാണ്. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഗുരുവിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ പുട്ട് ഉണ്ടാക്കുന്നത് പോലെയാണെന്ന് പറയും. മലയാളികൾക്ക് അറിയാവുന്ന ഇഷ്ട പലഹാരമാണ് പുട്ട്. ഇപ്പോൾ പുട്ട് പാകം ചെയ്യുന്നവർക്കറിയാം എങ്ങനെയാണ് പുട്ടിന് വേണ്ടുന്ന മാവ് കുഴച്ചതും ഇടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പീരയും ഇട്ടുകൊടുക്കും. ഇങ്ങനെ ആവിയിൽ വെച്ച് വേവിക്കുന്ന പുട്ട് പാകമായതിനു ശേഷം ഒരു ഇലയിലേക്കോ പ്ലേറ്റിലേക്കോ കുത്തിയിറക്കും. അതോടുകൂടി ഈ പുട്ടുകുറ്റി കാലിയാകുകയും ചെയ്യും. അതേപോലെയാണ് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പല പല വിഷയങ്ങൾ പല കാലയളവിലായി നമ്മുടെ ബുദ്ധിയിലേക്ക്, മെമ്മറിയിലേക്ക് കയറ്റി വെക്കുകയും പരീക്ഷ പേടിയാകുന്ന ആവിയിൽ അതിനെ നല്ലവണ്ണം വേവിക്കുകയും ആൻസർ ഷീറ്റിലേക്ക് ഉത്തരങ്ങളുടെ രൂപത്തിൽ ഇവയെല്ലാം പുറന്തള്ളി വെക്കുകയും പിന്നീട് എന്താണ്, ഉത്തരങ്ങൾ എഴുതിയതിനു ശേഷം എഴുതിയ വിദ്യാർത്ഥിയുടെ മെമ്മറിയിൽ
ആ പുട്ടുകുറ്റി പോലെ കാലിയായിട്ടിരിക്കുകയും സന്തോഷത്തെയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ. പക്ഷെ ഗുരുക്കന്മാർ ഉപദേശിക്കുന്നത് ശ്രവണ മനന നിധിധ്യാസനങ്ങളുടെ വിദ്യയാണ്. ആദ്യമായി ഗുരുവിൽ നിന്ന് വിദ്യാർത്ഥി ശ്രവണം ചെയ്യുക, ആ ശ്രവിച്ചതിനെ, കേട്ട അറിവിനെ മനനം ചെയ്യുക, നല്ലവണ്ണം വിചിന്തനം ചെയ്യുക. പിന്നീട് എന്താണ്? അതിനെ ധ്യാനിക്കുക, നിധിധ്യാസനം, നല്ലവണ്ണം ധ്യാനിക്കുക, അല്ലെങ്കിൽ അതിനെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക. ഇതാണ് ഗുരുകുല സമ്പ്രദായം. ആചാര്യ പാദമാദത്തെ, പാദം ശിഷ്യ സ്വമേധയ, പാദം സദ്ബ്രഹ്മചാരിഭ്യ, പാദം കാലക്രമേണ ച. ആചാര്യനിൽ നിന്ന് വിദ്യയുടെ ഒരു ഭാഗം ലഭിക്കുന്നു, മറ്റൊരു ഭാഗം സദ്ബ്രഹ്മചാരികളിൽ നിന്ന്, കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്നു. ബാക്കി ഒരു കാൽഭാഗം ശിഷ്യൻ സ്വന്തം മനനത്തിലൂടെ നേടിയെടുക്കുന്നു. പിന്നീടുള്ളത് കാലക്രമത്തിൽ അതിന്റെ പ്രായോഗികമായ അറിവ് കൊണ്ടും വന്നു ചേരുന്നു. ഇങ്ങനെയാണ് സമ്പൂർണമായ വിദ്യ ആർജിക്കേണ്ടത്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അറിയാത്തവരാരും ഇല്ല. എന്നാൽ ഇല്ലാത്തത് ഗുരുവിനെയും ഗുരുവിന്റെ ദർശനത്തെയും സംബന്ധിക്കുന്ന പൂർണ്ണമായ സമഗ്രമായ അറിവാണ്. ഗുരുദേവൻ ദൈവദശകത്തിൽ പറയുന്നത് പോലെ, ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം. ആ അറിവാകുന്ന മഹസ്സിലേക്ക് നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും സമ്പൂർണമായി ആമഗ്നമാക്കിയെങ്കിൽ മാത്രമേ ആ ഏകത്വ ബോധത്തിന്റെ പൂർണ്ണമായ അറിവുണ്ടാവുകയുള്ളൂ. ഗുരുദേവ ദർശനത്തിൽ പരമപ്രാധാന്യം മനുഷ്യനാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നാകണം. മനുഷ്യനും മനുഷ്യനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം. അതിന് വിഘാതമായിട്ടുള്ളതെല്ലാം ഇല്ലാതെയാകണം. അപ്പോഴെങ്ങനെയും മനുഷ്യനിൽ ഏകത്വ ബോധം ഉറപ്പിക്കണം എന്ന് ഗുരുവിന് ദൃഢനിശ്ചയമുണ്ടായിരുന്നു. കാരണം എന്താണ്? മനുഷ്യന്റെ സഹജമായ അവസ്ഥ ഈ ഏകത്വം തന്നെയാണ്. കാലാകാലങ്ങളായി പല അറിവുകളും മനുഷ്യരിൽ കടന്നുകൂടിയത് മൂലം സ്വതസിദ്ധമായിട്ടുള്ള ഈ ബോധം നഷ്ടമാവുകയും മനുഷ്യൻ പല മതങ്ങളായും പല ജാതികളായും തിരിഞ്ഞ് അന്യോന്യം കലഹിക്കുകയും ചെയ്യുവാൻ തുടങ്ങി. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിക്കുവാൻ ശിവഗിരിയിൽ എത്തിച്ചേർന്നു.
അപ്പൊ മഹാത്മജിക്ക് ഒരു സംശയമുണ്ടായി. ഈ ഏകമതം എങ്ങനെ ശരിയാകും? സ്വാമിജി, ഈ മാവിലേക്ക് നോക്കൂ, ഇതിൽ പലതരം ഇലകളുണ്ടല്ലോ. ഒരേ മാവിന്റെ ആണെങ്കിലും ഇവയെല്ലാം വ്യത്യസ്തങ്ങളായിരിക്കുന്നു. അപ്പൊ അതേപോലെ ഈ പ്രകൃതിയിലും പല ജാതിയിൽപ്പെട്ട, പല വർണ്ണത്തിൽപ്പെട്ട, പല ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്തരായ മനുഷ്യരില്ലേ? ഈ വ്യത്യാസങ്ങളെല്ലാം പ്രകൃതിയിൽ ഉള്ളത് തന്നെ അല്ലേ എന്ന് സമർത്ഥിക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ ഗുരുദേവൻ അതിനുത്തരമായി പറഞ്ഞത് ഇതാണ്. മഹാത്മജി അതിന്റെ ചാറെടുത്ത് ഒരിലയെടുത്ത് രുചിച്ചു നോക്കൂ. ഇതിന്റെ എല്ലാം സത്ത, രസം ഒന്നായിരിക്കും എന്ന്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഭാഷയും വേഷവും വർണ്ണവും വർഗവും എല്ലാം ഉള്ള മനുഷ്യർ ലോകത്തുണ്ടെങ്കിലും ഇവരെല്ലാം മനുഷ്യൻ എന്ന ഒരു ജാതിയാണ്. മനുഷ്യാണാം മനുഷ്യത്വം ജാതി ഗോത്വം ഗവാം യഥ ന ബ്രാഹ്മണാദിരസ്യൈവം ആ തത്വം വ്യക്തിഗോപി. ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ എന്ന് ഗുരു വിലപിക്കുകയാണ്. മനുഷ്യർക്കുള്ള ജാതി മനുഷ്യത്വമാണ്. ഇങ്ങനെ പശുവിന് ഗോത്വം എന്ന ജാതി ഉള്ളതുപോലെ ഒരു കുയിലിന് പികത്വം എന്ന ജാതി ഉള്ളതുപോലെ ഒരു വൃക്ഷത്തിന് വൃക്ഷത്വം ഉള്ളതുപോലെ അപ്പോ ഈ ഒരു ചിന്ത, ഈ ഒരു തത്വദർശനം ലോകത്തിന് പ്രചരിക്കുവാൻ ഇടയായാൽ ഇന്ന് നാം സമൂഹത്തിൽ നേരിടുന്ന അനേകം കലഹങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകും. ഇന്ന് ലോകത്ത് നടക്കുന്ന കലഹങ്ങളും യുദ്ധങ്ങളും എല്ലാം ഈ അതിരുകളുടെ പേരിലാണ്. ഭാഷയുടെ അതിര്, രാജ്യത്തിന്റെ അതിർത്തി, ജാതീയമായ വേർതിരിവുകൾ, മതപരമായ ഭേദചിന്തകൾ. ഇപ്പൊ ഗുരു ഉപദേശിക്കുന്നു ഏകമതം. നമുക്ക് സംശയമുണ്ടാകാം, എങ്ങനെയാണ് ഇസ്ലാമും ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ ഒരേ മതമാകുന്നത്? വ്യത്യസ്തമായ ആചാരങ്ങൾ, വ്യത്യസ്തമായ വസ്ത്രധാരണം, വ്യത്യസ്തമായ പൗരോഹിത്യ കർമ്മങ്ങൾ, പ്രത്യേകമായ മതഗ്രന്ഥങ്ങൾ, ഇതെല്ലാം എങ്ങനെ ഒന്നാകും? ഗുരു പറയുന്നു, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു. ജഗതിയിൽ ഇമ്മതമേകമെന്ന് ചിന്തിച്ചകമണയാതെ അകതാരമർത്തിടേണം. അഖിലരും ആത്മസുഖത്തിനായിട്ടാണ് മതപരമായ സാധനകൾ അനുഷ്ഠിക്കുന്നത്. എനിക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാകണം, എനിക്ക് ഈശ്വര ദർശനം ഉണ്ടാകണം. ഈശ്വരൻ ഏത് രൂപത്തിലാകട്ടെ, ഏത് തരത്തിലാവട്ടെ, എനിക്ക് ഈശ്വരനിലേക്ക് ഉയരണം എന്ന ഊർത്ത മഹത്വമാണ് മതങ്ങൾ നമുക്ക് നൽകുന്നത്. ഇത് എല്ലാ മതത്തിലും ഒരേപോലെയാണ്. വ്യത്യസ്ത ആചാരങ്ങളായിരിക്കാം, വ്യത്യസ്ത മതഗ്രന്ഥങ്ങളായിരിക്കാം, എന്നാൽ ഇവയിലെല്ലാം
ഒരേ ഒരു ചിന്തയാണുള്ളത്, എനിക്ക് ആത്മസുഖം ഉണ്ടാകും, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകണം. ഈ ഒരു ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഗമിക്കുന്നത്. അപ്പോൾ ഒരേ ലക്ഷ്യത്തിലേക്ക് ഗമിക്കുന്ന രണ്ടുപേർ തമ്മിൽ കലഹിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഏക ദൈവം, ദൈവദശകത്തിൽ ഗുരുദേവൻ ഏക ദൈവത്തെ നല്ലവണ്ണം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. ഇവിടെ ദൈവത്തെ അറിവായാണ് ഗുരു അവതരിപ്പിക്കുന്നത്. സമസ്ത ചരാചരങ്ങളുടെയും ഉള്ളിലും പുറത്തും നിറഞ്ഞു വിളങ്ങുന്ന ഒരേ ഒരു സച്ചിദാനന്ദ സ്വരൂപമായ ഈശ്വരനെ കുറിച്ചാണ് ഗുരു ഇവിടെ പറയുന്നത്. ഹിന്ദുവിലും ക്രിസ്ത്യനിലും മുസൽമാനിലും അവർണനിലും സവർണനിലും സ്വദേശിയിലും വിദേശിയിലും എല്ലാം ആത്മചൈതന്യമായി വിളങ്ങുന്നത് ഒരേ ഒരു ഈശ്വര സത്തയാണെന്ന അറിവിലേക്കാണ് ഗുരു നമ്മെ നയിക്കുന്നത്. അപ്പോൾ എല്ലാവിധമായ ഭേദചിന്തകളും വൈരുദ്ധ്യങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെയും ഇവയെ എല്ലാം അതിവർത്തിച്ച് ഒരു വിശ്വമാനവനായി ജീവിക്കുവാനുള്ള, വാഴുവാനുള്ള അറിവാണ് ശ്രീനാരായണ ഗുരുദർശനം നമുക്ക് നൽകുന്നത്. നമ്മൾ വ്യത്യസ്തരായിരിക്കുമ്പോഴും നമ്മളെല്ലാം ഒന്നാണ്, ഒരേയൊരു സത്തയുടെ വിവിധ ഭാഗങ്ങളാണ് എന്ന ഏകമായ അറിവ്. ആ അറിവിനെ എത്രത്തോളം നമുക്ക് അറിയുവാൻ കഴിയുന്നോ അത്രത്തോളം നമുക്ക് ഏകത്വ ബുദ്ധി ഉണ്ടാകും, ഏകത്വ ജ്ഞാനം ഉണ്ടാകും. ഈ ജ്ഞാനത്തിന്റെ നിറവിൽ പുതിയ ഒരു സമൂഹവും പുതിയ ഒരു ലോകവും സംജാതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നതായ ഈ ഇന്റർനാഷണൽ കോൺഫറൻസ്, ദി ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ശ്രീനാരായണ ഗുരു എന്ന ഈ സമ്മേളനം ഗുരുദേവ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ശ്രീനാരായണ ഗുരു കോളേജ് കോയമ്പത്തൂരിന്റെ എല്ലാ അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഗുരുദേവ നാമത്തിൽ ആശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുദേവ ദർശനം പിന്തുടരുന്ന ഈ കലാലയത്തിന്റെ പേരിൽ സ്വാമിജിയോട് ഉദ്ഘാടന പ്രസംഗത്തിന് നന്ദി പറയുകയാണ്. നന്ദി സ്വാമിജി. Thank you, ma'am. A grateful heart is a magnet for miracles. May I invite
Dr. E.K. Girishan, Associate Professor and Head, Department of Computer Applications and Information Technology, to propose a vote of thanks. Please, sir. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക. Become enlightened through education, become strengthened through organization, become prosperous through hard work, are the words of Sri Narayana Gurudeva. Revered Swami Sachidananda, Revered Brahmachari Asamga Chaitanya, esteemed Chairman Sri N. Prabhakaran sir, respected Sri Harish Kumar sir, beloved Principal Dr. M. Ilangovan sir, distinguished guests, learned HODs and faculty members, and most valued participants. A very good afternoon, a good morning to everyone present in this virtual gathering. On behalf of Sri Narayana Guru College, SNGC, I, E.K. Girishan, deem it a great honor and privilege to deliver the vote of thanks on this inaugural ceremony of the International Conference on the Life and Teachings of Sri Narayana Guru, ICLT SNG 21. At first, I thank the senior monk, Sambhujiya Swami Sachidananda of Gayatri Ashram, Chalakudi, Kerala, who graced the occasion through his benedictory address. Today, we had the opportunity to hear his thoughts on Sri Narayana Guru Devan, and it has thrown light on our minds. And during his talk, he was emphasizing on one religion and one world concept. Thanks to you, Swami, for accepting our invitation and gracing the event. I extend a very hearty vote of thanks to Brahmachari Asamga Chaitanya of Shivagiri Mutt, Varkala, for inaugurating the 3-day conference and sharing your elegant thoughts and interpretation of Sri Narayana Guru, emphasizing on Egatva Samvidhanam. I need to mention my deep sense of appreciation to you, Swami. Thank you. I am grateful to the management of our college for giving us an opportunity to organize this conference at this juncture. I thank Sri N. Prabhakaran sir, Chairman, SNGET, for his presidential address. Thank you, sir. A special mention to our venerable advisory member of the conference, Sri T.S. Harish Kumar sir, for being the catalyst that inspired us to do our best. With a deep sense of appreciation, I thank you for the keynote address. Thank you, sir. I wish to express my gratitude to our principal, Dr. M. Ilangovan sir, for providing the encouragement and continued support in organizing this international conference. Thank you, sir. We have been fortunate to have renowned and eminent persons from academics and other areas to be the guest speakers for the 3-day conference. I am very much thankful to them, and I am sure that our college will continue to get significant provision from diverse groups in the future as well. Thank you all, the guest speakers. I heartily congratulate all the participants for registering in this conference and for their active participation today as well as in the coming days of the conference. My deep sense of thanks and appreciation goes to all of them who took part in the inauguration function. Finally, I thank the people who worked behind the scene to execute this event, our technical arrangement team, the organizing members of the conference, and the master of ceremony. My hearty thanks to all. Thank you all. Thank you, sir. Dear participants, we have come to the end of the session 1. Now it's time for lunch. You are requested to break for lunch and come back and join for the second session at 1:30 p.m. using the same link. I repeat, now it's time for lunch. You are requested to join the second session at 1:30 p.m. using the same link. Thank you.